നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന പ്രവാസികളായ മലയാളികളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആവശ്യമുള്ളപ്പോൾ വിമാനത്തിൽ സീറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടിക്കറ്റുകളുടെ കൂടിയ നിരക്കും. ഇതിന് ഒരാശ്വാസമാകാൻ കേരളത്തിന്റെ സ്വന്തം വിമാന സർവീസായി എയർ കേരള വിമാന സർവീസ് തുടങ്ങാൻ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് സ്മാർട്ട് ട്രാവൽ ഏജൻസി ചെയർമാനും മലയാളി വ്യവസായിയുമായ അഫി അഹമ്മദ്. കേരള സർക്കാർ നടപ്പാക്കാനൊരുങ്ങുന്ന എയർ കേരള വിമാന സർവീസിന്റെ പേരിലുള്ള ഡൊമൈൻ സ്വന്തമാക്കി airkerala.com എന്ന ഡൊമൈനാണ് അഫി സ്വന്തമാക്കിയിട്ടുള്ളത്. 10 ലക്ഷം ദിർഹമാണ് 2.20 കോടി രൂപയാണ് ഏകദേശം വരുന്നത് ഈ ഡൊമൈൻ വാങ്ങാൻ ചെലവായിട്ടുള്ളത്. എയർ കേരള യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാരുമായി കൈകോർക്കാൻ തയ്യാറാണെന്നും ഇദ്ദേഹം പറയുന്നു. മലയാളികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന 1971 എന്ന കമ്പനിയുടെ കീഴിലെ executiveBachelors.com എന്ന ഡൊമൈൻ 23 വർഷമായി ഈ കമ്പനിയുടെ കൈവശമായിരുന്നു. 5 കോടി രൂപ വരെ ഡൊമൈന് വില പറഞ്ഞിരുന്നതാണെങ്കിലും കേരളത്തിന്റെ സ്വന്തം സംരംഭത്തിനു മാത്രമേ കൈമാറൂ എന്നതിനാലാണ് ഇത്രയും കാത്തിരുന്നതെന്ന് 1971 സ്ഥാപകൻ സത്താർ അൽക്കരൻ പറഞ്ഞു. വിമാന കമ്പനി രൂപീകരണവുമായി മുന്നോട്ടു പോകുന്നുവെന്ന് പറയുമ്പോഴും ഡൊമൈൻ പോലും സർക്കാരിന്റെ കൈവശം ഇല്ലായിരുന്നു എന്ന് അഫി പറയുന്നു. സർക്കാർ ഉടമസ്ഥതയിൽ വിമാന കമ്പനി തുടങ്ങുകയാണെങ്കിൽ എയർ കേരള വെബ്സൈറ്റ് ഡൊമൈൻ അതേ പേരിൽ കൈമാറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. വിമാനം വാടകയ്ക്കു നൽകാൻ ലോകത്തെ വൻകിട ലീസിംഗ് കമ്പനികൾ ഒരുക്കമാണ്. റഷ്യയിൽ നിന്നടക്കം ആയിരക്കണക്കിന് വിമാനം വാടകയ്ക്ക് ലഭ്യമാണ്. സ്വന്തമായി വിമാനം വാങ്ങി കമ്പനി തുടങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വാടകയ്ക്ക് വിമാനം എടുത്ത് സർവീസ് നടത്താവുന്നതേ ഉള്ളൂ. സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ പങ്കാളിത്തത്തോടെ പ്രമുഖരായ വ്യവസായികളുടെ പിൻബലത്തിൽ കേരളത്തിന് സ്വന്തമായ വിമാന കമ്പനി എന്നതാണ് തന്റെ മനസ്സിലെ ആശയം. തുടർ നടപടികളുടെ ഭാഗമായി വിവിധ വിമാന കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ പാനലും തയ്യാറാക്കിയിട്ടുണ്ട്. സാധ്യതാ പഠനങ്ങൾക്കായി തയ്യാറാക്കുവാൻ അന്തർദേശീയ കമ്പനിയെയും ചുമതലപ്പെടുത്തി. UAE പ്രമുഖ വിമാനത്താവളങ്ങൾ ഉപയോഗിച്ച് ചെലവ് കുറഞ്ഞ യാത്രാ വിമാനങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഒരു വലിയ ഉദ്യമത്തിന് മുതിർന്നത്. സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മലയാളികളായ വ്യവസായികൾക്ക് ഈ സംരംഭത്തിൽ കൈകോർക്കാവുന്നതാണ്. വിമാനം വാടകയ്ക്കെടുത്ത് സർവീസ് തുടങ്ങാൻ 500 കോടി രൂപയിൽ താഴെ മാത്രമേ നിക്ഷേപം ആവശ്യമായി വരൂ. ഇന്ത്യയിൽ നിന്ന് വിമാന കമ്പനി തുടങ്ങണമെങ്കിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയമെങ്കിലും വേണമെന്ന നിബന്ധന ഇപ്പോഴില്ല. പകരം 20 വിമാനങ്ങൾ ഉള്ളവർക്ക് കമ്പനി തുടങ്ങാം. എയർ കേരള പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ അവസരം പ്രയോജനപ്പെടുത്തണം. വിമാനം വാടകയ്ക്കെടുക്കാനും കമ്പനി നടത്താനും ഇപ്പോഴുള്ള പ്രവൃത്തി പരിചയം വെച്ച് എല്ലാ സഹായവും നൽകാൻ തയ്യാറാണെന്നും അഫി പറയുന്നു. 2005 കേരള സർക്കാർ എയർ കേരള പദ്ധതി അവതരിപ്പിച്ചിരുന്നു. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഏകദേശം 20 വർഷമായി ഇതിനെക്കുറിച്ച് അറിയാവുന്നതുമാണ്. 2006 കേരള സർക്കാരിന്റെ നിർദ്ദിഷ്ട എയർലൈനായ എയർ കേരള കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ സിയാലിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു ഉപസ്ഥാപനമായി രജിസ്റ്റർ ചെയ്തതുമാണ്. UAE താമസിക്കുന്ന മലയാളികൾക്ക് അമിത ടിക്കറ്റ് നിരക്കിൽ നിന്നും ഫ്ലൈയിംഗ് സീറ്റുകളുടെ അഭാവത്തിൽ നിന്നും ആശ്വാസം പകരാൻ ലക്ഷ്യമിട്ടിരുന്ന എയർ കേരള വർഷങ്ങളായി ചൂടേറിയ ചർച്ചാ വിഷയമായിട്ടും പലതവണ നിർത്തിവെച്ചതാണ്. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 1971 എന്ന കമ്പനി ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണിത്. ഇതിന് കീഴിലെ executiveBachelors.com എന്ന ഡൊമൈൻ സെല്ലിംഗ് പോർട്ടലാണ് airkerala.com സ്മാർട്ട് ട്രാവൽസിന്റെ പേരിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുള്ളത്. 2000 ഫെബ്രുവരിയിലാണ് airkerala.com രജിസ്റ്റർ ചെയ്തിരുന്നതെന്നും അഫി കൂട്ടിച്ചേർത്തു. UAE പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറായ സക്കറിയ മുഹമ്മദാണ് ഇങ്ങനൊരു ഉദ്യമത്തിന് ആദ്യമായി വഴിമരുന്നിട്ടതെന്ന് 1971 സ്ഥാപകൻ സത്താർ അൽക്കരൻ അറിയിച്ചു. 23 വർഷങ്ങൾ കാത്തിരുന്നുവെങ്കിലും ആ പേരിന് അർഹനായ ഒരാളെ സമീപിച്ചപ്പോൾ വിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. executiveBachelors.com അതിനുശേഷം നിരവധി പേർ ഡൊമൈൻ വാങ്ങുന്നതിനായി വന്നുവെങ്കിലും അനുയോജ്യമായ ക്ലയന്റ് വരുന്നതിനായിട്ടാണ് 20 വർഷത്തിലേറെ കാത്തിരുന്നത് എന്നാണ് കമ്പനിയുടെ സത്താർ അൽക്കരൻ പറയുന്നത്. എയർ കേരള എന്ന ഡൊമൈൻ പേര് കിട്ടിയതിൽ താൻ അതീവ സന്തുഷ്ടനാണെന്ന് അഫി പറയുന്നു. എയർലൈൻ കേരളം എല്ലാവർക്കും വളരെ പരിചിതമായ പേരാണ്. എയർലൈനിന്റെ നിലവിലുള്ള സാഹചര്യം മെച്ചപ്പെടുത്താനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും മറ്റൊരു സ്ഥാപനത്തിനും പണം നിക്ഷേപിക്കാൻ തനിക്ക് ആഗ്രഹമില്ലെന്നുമാണ് അഫി പറയുന്നത്. എയർ കേരള എന്നത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്. ഇത് നടപ്പാക്കണം എന്നത് തന്നെയാണ് തന്റെ ആഗ്രഹം. അതിനുവേണ്ടി ഏതുവിധത്തിലും സഹകരിക്കാൻ തയ്യാറാണ്. സർക്കാർ നടപ്പാക്കുകയാണെങ്കിൽ അതിന് എല്ലാവിധ പിന്തുണയും നൽകും. എയർ കേരള എന്ന പേരിൽ വിമാന സർവീസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്വകാര്യ വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്കും തന്നെ സമീപിക്കാം. സ്വന്തം നിലയിൽ വിമാന സർവീസ് തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
കോവിഡ് കാലത്ത് സ്വന്തമായി വിമാനം ചാർട്ടർ ചെയ്തിരുന്നു. ഈ മാതൃകയിൽ ഇനിയും ചാർട്ടർ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇത് വിമാന നിരക്ക് കുറയ്ക്കാൻ ഇടയാക്കും. കേരളത്തിലെ ഭരണകക്ഷികൾ മാറിയതോടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ആദ്യം നിർദ്ദേശിച്ച ഒരു പദ്ധതി ഉപേക്ഷിച്ചു. കഴിഞ്ഞ മാസം എയർ ഇന്ത്യ കേരളത്തിലേക്ക് നിരവധി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിന് വീൽചെയറുകളും സ്ട്രെച്ചറുകളും ഉപയോഗിക്കുന്ന സംവിധാനം ഇല്ലാത്തതിനാൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഉപഭോക്താക്കൾക്ക് ഇത് ബുദ്ധിമുട്ടാകുമെന്നും അത്തരം ആൾക്കാർ ഈ വിമാനത്തിൽ ടിക്കറ്റ് എടുക്കില്ലെന്നും പ്രാദേശിക ട്രാവൽ സ്ഥാപനങ്ങൾ പറഞ്ഞിരുന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മെയ് 7-ന് UAE-യിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും അഫി പറയുന്നു. എയർ കേരള പദ്ധതി പ്രഖ്യാപിച്ചതു മുതൽ UAE-യിലെ മലയാളി സമൂഹത്തിൽ നിന്ന് തനിക്ക് നല്ല പിന്തുണയാണ് ലഭിക്കുന്നതെന്നാണ് അഫി അഹമ്മദ് പറയുന്നത്. കേരള സർക്കാരിന് ഡൊമൈൻ നാമം നൽകാൻ തയ്യാറാണെന്നു മാത്രമല്ല 1 വർഷത്തേക്ക് പ്രോജക്റ്റിൽ കൺസൾട്ടന്റായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിൽ നിന്ന് ലാഭം കൊയ്യാൻ ഉദ്ദേശമില്ല എന്നും UAE-യിൽ താമസിക്കുന്ന എല്ലാ മലയാളികളിലും ഈ പദ്ധതി ഉപകാരപ്പെടണമെന്നുമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുമാണ് അഫി പറയുന്നത്. സർക്കാർ ആവശ്യപ്പെട്ടാൽ ഇത് നൽകാൻ തയ്യാറാണെന്നും അല്ലാത്തപക്ഷം സ്വന്തം നിലയിൽ വിമാനം ചാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും UAE-യിലെ പ്രമുഖ ട്രാവൽ ഏജൻസിയായ സ്മാർട്ട് ട്രാവൽസ് MD-യും സ്ഥാപകനുമായ അഫി അഹമ്മദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. airkerala.com എന്ന വെബ്സൈറ്റിന്റെ സേവനം ജനങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാണ്. ആദ്യഘട്ടത്തിൽ കുറഞ്ഞ ചെലവിൽ ടിക്കറ്റുകൾ ലഭ്യമാക്കും. തുടർന്ന് ചാർട്ടേഡ് വിമാന സർവീസും പിന്നീട് സ്വന്തം രാജ്യാന്തര വിമാന സർവീസുമാണ് എയർ കേരളയുടെ ലക്ഷ്യം. രാജ്യാന്തര സർവീസുകൾ തുടങ്ങുന്നതിനാണ് തൽപരരായ നിക്ഷേപകരുടെ സഹകരണം തേടുന്നത്. എയർ കേരളയുടെ സാധ്യതാ പഠനത്തിന് സ്വന്തം നിലയിൽ കൺസൾട്ടൻസിയെ നിയമിച്ചതായും അഫി പറഞ്ഞു. വിമാന കമ്പനികളിൽ പ്രവൃത്തി പരിചയമുള്ളവരുടെ ഉപദേശക സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. UAE-യിലെ പ്രധാന എയർപോർട്ടുകൾ ഉപയോഗിച്ച് ചെലവ് കുറഞ്ഞ സർവീസാണ് കമ്പനിയുടെ ലക്ഷ്യം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.